അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ പോഷക സംഘടനാ നേതാക്കളുമായി സമസ്ത നേതൃത്വം ചർച്ച നടത്തും. ഉമർ ഫൈസിക്കെതിരായ നടപടി ഉൾപ്പെടെയുള്ള വിഷയത്തിൽ ലീഗ് അനുകൂല വിഭാഗം സമ്മർദ്ദം ശക്തമാക്കിയതോടെയാണ് നീക്കം. ഈ മാസം 11-ന് ചേരുന്ന മുഷാവറ യോഗത്തിന് മുമ്പായി ചർച്ച നടക്കും. നേതൃത്വം അനുകൂല നിലപാട് അറിയിച്ചതോടെ ആദർശ സമ്മേളന സമിതി ഇന്ന് മലപ്പുറത്ത് നടത്താനിരുന്ന വാർത്താ സമ്മേളനം ഒഴിവാക്കി. മുഹമ്മദ് അസ്ലമുണ്ട് വിവരങ്ങൾ നൽകാൻ. അസ്ലം, സമസ്ത ഇങ്ങനെയൊരു തീരുമാനത്തിലെത്തിയത് എങ്ങനെയാണ്? ഉമർ ഫൈസി മുക്കം സാദിഖലി തങ്ങൾക്കെതിരെ പരാമർശം നടത്തിയ ഉമർ ഫൈസി മുക്കത്തെ മുഷാവറയിൽ നിന്ന് പുറത്താക്കുക, CPM അനുകൂല സമീപനം സ്വീകരിച്ച് സുപ്രഭാതത്തിനെതിരെ നടപടിയെടുക്കുക എന്നീ ആവശ്യങ്ങൾ പരസ്യമായി ഉന്നയിച്ചുകൊണ്ട് ലീഗ് അനുകൂല സമസ്തയിലെ ഭാരവാഹികളെല്ലാം ചേർന്ന് സമസ്ത ആദർശ സംരക്ഷണ സമിതി രൂപീകരിക്കുകയും ഇക്കാര്യം പരസ്യമായി ഉന്നയിക്കുകയും ചെയ്തു. ഇതുവരെ ഈ പാർട്ടിക്കകത്ത് അല്ലെങ്കിൽ സംഘടനയ്ക്കകത്ത് ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അത് പറയുന്നതിനപ്പുറത്തേക്ക് ഇതൊരു പുതിയൊരു വേദിക്ക് രൂപം നൽകിക്കൊണ്ട് സമ്മർദ്ദം ഉയർത്തിയോടുകൂടിയാണ് ഒരു ചർച്ചയിലേക്ക് പോകാൻ സമസ്ത തീരുമാനമെടുത്തത്. അതേസമയം ഏതെങ്കിലും രണ്ട് വിഭാഗത്തെ ചർച്ചയിലേക്ക് വിളിക്കുന്നതിലൂടെ രണ്ട് വിഭാഗം സംഘടനയ്ക്കകത്ത് ഉണ്ട് എന്നുള്ളൊരു പ്രതീതി വരുത്തും. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഈ മുഷാവറയ്ക്ക് മുമ്പൊക്കെ ഈ പോഷക സംഘടനാ ഭാരവാഹികളെ കോർഡിനേഷൻ മീറ്റിംഗ് വിളിക്കാറുണ്ട്. അത്തരമൊരു മീറ്റിംഗ് വിളിച്ചുകൊണ്ട് എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാവുന്ന കാര്യമാണ് ഇപ്പോൾ സമസ്ത ആദർശ സംരക്ഷണ ഭാരവാഹികളുടെ സംസ്ഥാന നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. ഇതിൽ നേരത്തെ തന്നെ CEC-യുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർന്ന ലീഗുമായി നേതൃത്വമുള്ള ചർച്ചാ ബന്ധം, അതോടൊപ്പം തന്നെ സ്വാഭാവികമായിട്ട് ഉമർ ഫൈസിക്കെതിരെ പുറത്താക്കണമെന്ന ഒരു വിഭാഗത്തിന്റെ ആവശ്യം, സുപ്രഭാതത്തിന്റെ നടപടി, അതോടൊപ്പം തന്നെ ലീഗ് വിരുദ്ധ സമീപനങ്ങൾ, സമസ്തയുടെ ആദർശ സമ്മേളനം എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, ഇതെല്ലാം തന്നെ സ്വാഭാവികമായിട്ട് ഉയർത്തും. അതോടൊപ്പം തന്നെ മറുവിഭാഗവും PMA സലാമിനെതിരെ നടപടി വേണമെന്ന ആവശ്യം സംഘടന ശക്തമാക്കണം തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ ഉയർത്തും. എന്തായാലും ഇത്തരമൊരു ചർച്ചയ്ക്ക് അഭിപ്രായ വ്യത്യാസം പരസ്യമായതിനെ തുടർന്ന് ഒരു ചർച്ചയ്ക്ക് സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചു എന്നുള്ളതാണ്. ഈ മാസം 11-നാണ് മുഷാവറ ചേരുന്നത്. അതിന് മുന്നോടിയായി ചർച്ച നടക്കുമെന്ന സൂചനയാണ് സംസ്ഥാന നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. വിവരങ്ങളാണ് മുഹമ്മദ് അസ്ലം നൽകിയത്.